രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് തന്നെയാണ്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് എടുത്തതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ ആലോചിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. മാധ്യമങ്ങളുടെയും സമൂഹ മാധ്യമങ്ങളുടെയും പരാതി ഉന്നയിച്ച ആളുകളെ നേരിൽ കണ്ട് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ തേടും. ആർക്കെങ്കിലും നേരിട്ട് പരാതി ഉണ്ടെങ്കിൽ അതുകൂടി ശേഖരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. തിരുവനന്തപുരത്തും എറണാകുളത്തും അടക്കം പോലീസിൽ ലഭിച്ച പരാതികളെക്കുറിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തും. വിജിൻ വായാന്തോട് വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന്. വിജിൻ, ഗുഡ് മോർണിംഗ്. വിജിൻ, ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന്, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നീക്കിയപ്പോൾ ആ വിവാദം അങ്ങനെ അങ്ങ് അടയും എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്നലെ ഉച്ചയോടെ മുഖ്യമന്ത്രി ചെറിയൊരു മുന്നറിയിപ്പ് നൽകുന്നു. വൈകുന്നേരത്തോടുകൂടി ക്രൈംബ്രാഞ്ച് കേസെടുക്കുന്നു. അപ്പോൾ അധ്യായം അങ്ങനെ അങ്ങ് അവസാനിപ്പിക്കാൻ സർക്കാരും CPM-ഉം ഒരുക്കമല്ല. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന് ഒരു പ്രത്യേക സംഘം രൂപീകരിക്കാൻ ആലോചിക്കുന്നു. ഒപ്പം ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളമുള്ള വെല്ലുവിളി എന്ന് വെച്ചാൽ ആരും നിലവിൽ പരാതി നൽകിയിട്ടില്ല. പുറത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ, പൊതുസമൂഹത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് നേരിട്ട് പറയാതെ ഒരു പരാതി പറഞ്ഞ ഒരു യുവനടിയുണ്ട്. ഒപ്പം ഒരു വോയിസ് ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആളുകളെ കണ്ടെത്തി അവരിൽ നിന്ന് മൊഴിയെടുത്ത് രാഹുലിനെതിരെയുള്ള ഒരു കൃത്യമായ FIR സെറ്റ് ചെയ്യേണ്ടതുണ്ട് ക്രൈംബ്രാഞ്ചിന്. എത്രമേൽ ശ്രമകരമാണത്? എങ്ങനെയൊക്കെയാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്ലാനിങ്? സൈഫുദ്ദീൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. അതായത് വിടാൻ CPM ഒരുക്കമല്ല എന്നുള്ളതാണ്. അതാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ കണ്ടത്. അതിന് തൊട്ട് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ചാണ് കേസ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനർത്ഥം എന്തായാലും അടുത്ത തിരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം നീട്ടിക്കൊണ്ടുപോകാനുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലും അത് ഭരണതലത്തിൽ തന്നെ നടക്കാനുള്ള സാധ്യത തുറന്നിടുകയാണ് ക്രൈംബ്രാഞ്ച് ഈ കേസ് എടുത്തതുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള നീക്കങ്ങൾ. അതിനാണ് ഇപ്പോൾ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിന് പിന്നാലെ വാർത്താസമ്മേളനത്തിൽ അതിരൂക്ഷമായ ശക്തമായ വിമർശനം, മറുപടിയൊക്കെയായിരുന്നു ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നത്. നിലവിൽ സ്വമേധയാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടുള്ളത്. പിന്തുടർന്ന യുവതികളെ ശല്യം ചെയ്തു എന്നുള്ള വകുപ്പാണ് നിലവിൽ ചേർത്തിട്ടുള്ളത്. ഇതിന് ശേഷം കൂടുതൽ അന്വേഷണമൊക്കെയായി മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വകുപ്പുകൾ ഇനി ചേർക്കണം എന്ന കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനമെടുക്കും. ഇതിനായി ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനാണ് നിലവിൽ എന്തായാലും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. 2 കേസുകളാണ് നിലവിൽ പ്രധാനമായും ഉള്ളത്. അത് ഒന്ന് എറണാകുളത്ത് അവന്തിക എന്ന ഈ ട്രാൻസ് വുമൺ നൽകിയ പരാതിയാണ്. മറ്റൊന്ന് AH ഹഫീസ് എന്ന കേരള കോൺഗ്രസ് നേതാവ് നൽകിയ ഒരു പരാതിയുണ്ട് തിരുവനന്തപുരത്ത്. അതിൽ ചില രേഖകൾ, പുതിയ രേഖകൾ കൂടി സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് AH ഹഫീസ് പറയുന്നത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് ആ കേസെടുത്തിട്ടുള്ളത്. ഈ കേസുകൾ എല്ലാം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാൻ പോവുകയാണ്. അതിലാണ് കൂടുതൽ അന്വേഷണം നടത്തുക. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനമായി രാഹുലിന് കുരുക്കാകാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് ആ ഓഡിയോ സംഭാഷണം തന്നെയാണ്. അതിൽ വ്യക്തമായി രാഹുലിൻ്റെതാണ് ശബ്ദം എന്ന് വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അത് രാഹുലിൻ്റെ തന്നെയാണോ ശബ്ദം എന്നുള്ളത് തിരിച്ചറിയണം. അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ പൂർണ്ണമായും പരിശോധിക്കേണ്ട ഒരു നിലയിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തും. എന്തായാലും ഒരു FIR രജിസ്റ്റർ ചെയ്യുകയും അതിലെ കാരണങ്ങൾ തെളിവായി ഒക്കെ നിരത്തുകയും ചെയ്യണമെങ്കിൽ അത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല, ശ്രമകരമായ ദൗത്യമാണ്. ഈ പുറത്തു വന്ന വിവരങ്ങൾ നേരത്തെ തന്നെ ഇന്റലിജൻസ് ആദ്യഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ രാഹുലിനെതിരെ ഇങ്ങനെയൊരു ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ തന്നെ ചില അന്വേഷണങ്ങൾ നടത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ അന്വേഷണത്തിൽ ചില തെളിവുകൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും ചില ഗർഭചിത്രങ്ങൾ നടത്തി എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ ആരോപണത്തിലാണ് ഏത് ആശുപത്രിയിലാണ് ഈ ഗർഭചിത്രം നടത്തിയത്, ഏത് ഡോക്ടറുടെ കൺസൾട്ടേഷനാണ് അത് നടന്നത് എന്നതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. പല സ്ഥലങ്ങളിലും അന്വേഷണം നടത്തി ഒരുപക്ഷെ സംസ്ഥാനത്തിന് പുറത്ത് ഉൾപ്പെടെ എത്തിയുള്ള അന്വേഷണത്തിലേക്ക് കടക്കേണ്ടി വരും എന്നുള്ളതാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അനുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘം എത്തുന്നത്. ഇതിന് രാഷ്ട്രീയപരമായ പിന്തുണ കൂടിയുണ്ട്. അവരുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നത്. എന്തായാലും പരാതികളൊന്നുമില്ലാത്തൊരു ഘട്ടത്തിലും, ബ്ലാങ്കായ ഒരു ഘട്ടത്തിലും സ്വമേധയാ കേസെടുത്തതാണ് ക്രൈംബ്രാഞ്ച്. പക്ഷേ നമ്മുടെ മുന്നിൽ 4 പരാതികളുണ്ട്. അതൊരു കേസായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ കൂടിയും പൊതുസമൂഹത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 4 കേസുകളുണ്ട്. ഒന്ന് ഈ യുവനടിയുടെ പരാതിയാണ്. യുവനടിയുടെ പരാതിയിൽ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേര് കൃത്യമായി പറയുന്നില്ല. ഇനിയിപ്പോൾ ഈ പുറത്തു വന്ന വോയിസ് ക്ലിപ്പാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അബോർഷൻ അടക്കം നിർബന്ധിച്ചതിൻ്റെ കൃത്യമായ സംഗതികളുണ്ട്.
അവിടെയും പക്ഷേ ഇത് ഫേക്കായ ഒരു ഓഡിയോ ആണെന്ന് കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലും അക്കാര്യത്തിലൊരു വിശദീകരണം ഇതുവരെ നടത്തിയിട്ടുമില്ല. പിന്നീടുള്ളത് ഈ ഹണി ഭാസ്കർ ഉന്നയിച്ച ഒരു പരാതിയാണ്. ഒപ്പം അവന്തിക, ട്രാൻസ്ജെൻഡർ അവന്തിക. അപ്പോൾ ഈ 4 പേരിൽ നിന്നും മൊഴിയെടുക്കാനാണോ ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നത്? ഈ 4 പേരും അന്വേഷണത്തോട്, ഇപ്പോൾ അവന്തിക നേരിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണെന്ന്. മറ്റു 3 പേരും പക്ഷേ നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ 3 പേരും ഈ ക്രൈംബ്രാഞ്ചുമായി പൂർണ്ണമായും സഹകരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാര്യങ്ങളെല്ലാം തുറന്നു പറയും എന്ന പ്രതീക്ഷ ക്രൈംബ്രാഞ്ചിനുണ്ടോ? ഇനി അഥവാ അവർ സഹകരിക്കുന്നില്ല എങ്കിൽ എന്തായിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത നീക്കം? ഷെഫീദിന് അത് തന്നെയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ളത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. കാരണം പുറത്തു വന്നത് വെറും അഭ്യൂഹങ്ങൾ ഒക്കെയായി പ്രചരിക്കുന്ന ചില ഓഡിയോ സന്ദേശങ്ങൾ ഒക്കെയാണ്. അതിൽ നിന്ന് തെളിവുകൾ കണ്ടെത്തുക എന്നുള്ള ശ്രമകരമായ ദൗത്യം ആണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന് ഏറ്റെടുക്കാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രത്യേക സംഘത്തിലേക്കൊക്കെ പോകുന്നത്. ഇത് അത്ര പെട്ടെന്ന് ഒരു കേസ് അന്വേഷിച്ച് അതിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ സാധ്യതയുള്ള കേസായി നിൽക്കില്ല. അതിന് രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്, തെളിവുകൾ ഇല്ല എന്നുള്ള ചെറിയ പരിമിതികളും ഉൾപ്പെടെയുണ്ട്. ആ പരിമിതികളിൽ ഒക്കെ നിന്നുകൊണ്ടാണ് അന്വേഷണം മുമ്പോട്ട് പോകേണ്ടത്. എന്തായാലും നിലവിൽ വൈഡായ നിലയിൽ തന്നെ ഒരു അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പല പരാതികളുമുണ്ട്. ഒരുപക്ഷെ ഇനിയും കൂടുതൽ പരാതികൾ, ഏതെങ്കിലും തരത്തിൽ സ്ത്രീകളെ ശല്യം ചെയ്തതുൾപ്പെടെയുള്ള പരാതികളുണ്ട്. അതാണ് ആ വകുപ്പിന്റെ പ്രത്യേകതയും. സ്ത്രീകളെ പിന്തുടർന്ന ശല്യം ചെയ്തതുമായി ബന്ധപ്പെട്ട വകുപ്പാണ് നിലവിൽ ചേർത്തിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനം. അതിനുശേഷമായിരിക്കും മറ്റ് തെളിവുകളുടെയൊക്കെ ശേഖരിക്കുന്നതിലൂടെ അടുത്ത ഘട്ടത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുക. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ആരോപണങ്ങൾ ഉന്നയിച്ച, ഒപ്പം തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കാതെ പുറത്തു വന്ന ചില ശബ്ദ സന്ദേശങ്ങൾ, ആ സന്ദേശവുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു ആരുടേതാണ് ആ ശബ്ദ സന്ദേശം എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങൾ നിലവിൽ തന്നെ പ്രാഥമികമായി നടത്തിയിട്ടുണ്ട് ഇന്റലിജൻസ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു പൊതുപ്രവർത്തകൻ, MLA എന്നുള്ള നിലയിൽ ഉള്ള ഒരു ആ ഘട്ടത്തിൽ തന്നെ അങ്ങനെ ഒരു ആളിൽ നിന്ന് ഉണ്ടായ ഒരു മോശം പെരുമാറ്റം എന്നുള്ള നിലയിൽ അവർ ആദ്യ ഘട്ടത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇനി ഈ ഓഡിയോ സന്ദേശത്തിൽ ഉൾപ്പെടെയുള്ളവർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത് കണ്ടെത്തിയ ശേഷം അവർക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്ന കാര്യത്തിലുള്ള ഒരു അനുമതി തേടേണ്ടതുണ്ട്. അങ്ങനെ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ പിന്നീട് അത് വീണ്ടും സങ്കീർണമായ നിലയിലുള്ളൊരു അന്വേഷണമായി മാറാനാണ് സാധ്യത. എന്തായാലും നിലവിൽ യുവനടി വന്ന് പുറത്തു പറഞ്ഞ കാര്യങ്ങളുണ്ട്. അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കം നിലവിൽ നടത്തുന്നുണ്ട്. ഈ പേര് ആരുടേതാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേരിലേക്ക് തന്നെയാണോ എത്തുന്നത്, അവർ അങ്ങനെയൊരു മൊഴി നൽകുമോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ആണ് ആകാംക്ഷ നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ ഹണി ഭാസ്കറിന്റെ പരാതി, അത് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ശല്യം ചെയ്തു എന്നുള്ളതാണ്. ആ ശല്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് നിലവിൽ സൈബർ ആക്രമണത്തിന് അവർ പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെ ആ അന്വേഷണം കൂടി ഇതിന്റെ ഭാഗമായൊക്കെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാനായിരിക്കും എന്തായാലും ക്രൈംബ്രാഞ്ച് തീരുമാനിക്കുക. സങ്കീർണമാണ് കേസിന്റെ കാര്യത്തിൽ സംശയമില്ല. എത്ര കാലം നീണ്ടുപോകും എന്ന കാര്യത്തിലും നമുക്കിപ്പോൾ ഒരു വ്യക്തതയില്ല. പക്ഷേ ഇതിന് രാഷ്ട്രീയപരമായി കൂടി ഇങ്ങനൊരു കേസ് നിലനിൽക്കുമ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് LDFനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഈ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ എന്ന ഒരു ഭരണപരമായ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളത് തന്നെയാണ്. അതാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് പിന്നാലെ തന്നെ ക്രൈംബ്രാഞ്ച് ഇങ്ങനെയൊരു കേസെടുക്കുന്നു. പ്രത്യേക അന്വേഷണ പോലെ തന്നെ ഗർഭഛിദ്രവും ലൈംഗിക പീഡനവും അടക്കമുള്ള പരാതികളും ആരോപണങ്ങളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലനിൽക്കുമ്പോഴും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സ്വമേധയാ എടുത്തിരിക്കുന്ന കേസ് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നതാണ്. അപ്പോൾ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന വകുപ്പ് ചുമത്തിക്കൊണ്ട് ഒരു കേസിലേക്ക് വരുമ്പോൾ അത് തെളിയിക്കാവുന്ന രീതിയിലുള്ള തെളിവുകളാണ് സ്വാഭാവികമായും ക്രൈംബ്രാഞ്ചിന് കണ്ടെടുക്കേണ്ടതായിട്ടുള്ളത്. അവിടെ ഹണി ഭാസ്കർ ഉണ്ട്, അവന്തികയുണ്ട്, ഇപ്പോൾ ഈ യുവനടി റിനിയുണ്ട്. അവരുടെ പക്കൽ നിന്നൊക്കെ ഈ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ള കുറ്റത്തിന് മേൽ മൊഴിയെടുക്കാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ഹണി ഭാസ്കറൊക്കെ നേരിട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറഞ്ഞ കൂട്ടത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അവരിൽ നിന്നൊക്കെ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാകും. പക്ഷേ റിനി അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് നേരിട്ട് കൊടുക്കുമോ എന്ന് കാത്തിരുന്നു കാണണം. ഒപ്പം ഗർഭഛിദ്രം അടക്കമുള്ള കേസുകളിലേക്കൊക്കെ ഈ ക്രൈംബ്രാഞ്ച് പോകുമോ എന്നും കണ്ടറിയാം.